ഹലോ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറേ കാലം ആഗ്രഹിച്ച് അങ്ങനെ ജപ്പാനിലേക്ക് 10 ഡേയ്സ് സോളോ ട്രിപ്പ് പോയി. അപ്പം നമ്മൾ ജപ്പാനീസ് ഫുഡ് എക്സ്പെൻസീവ് കണ്ടുള്ളവർക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ അവിടെ എങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ജപ്പാനിൽ പോയി വരാമെന്നിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ മുംബൈയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തതാണ് ലാഭം. സോ ഞാൻ ഡൽഹിയിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. ഡൽഹിക്ക് നമുക്ക് പ്ലെയിനിലോ ട്രെയിനിലോ പോവാം. ഞാൻ പ്ലെയിനിലാണ് പോയത്. ഇപ്പോൾ ഡൽഹി എത്തിക്കഴിഞ്ഞാൽ തന്നെ ഡൽഹിയിൽ നിന്ന് ഇനി ജപ്പാനിലേക്ക് പോകുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് വരും. വിയറ്റ്നാം അല്ലെങ്കിൽ ചൈന, മലേഷ്യ, സിംഗപ്പൂർ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് എന്തായാലും വരും. അപ്പോൾ ആ സ്റ്റോപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു എനിക്കൊരു 7-8 ഹവേഴ്സൊക്കെ അവിടെ വരും. ചില ആൾക്കാർക്ക് 1 ഡേ ആർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ ചീപ്പ് ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഇത്രയും ഡിലേ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ജപ്പാനിലെത്തിക്കാൻ നമ്മൾ അവിടെ ഏറ്റവും പോപ്പുലറായി യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലഗേജ് മൊത്തം കൊറിയർ അയക്കുക. നമ്മൾ എന്നിട്ട് മെട്രോ പോലുള്ള സംഭവത്തിൽ പോകാതെ നമുക്ക് ഏറ്റവും ലാഭം. അപ്പോൾ ഞാൻ എൻ്റെ ലഗേജ് മൊത്തം കൊറിയർ അയച്ചിട്ട് മോണോറെയിൽ വഴിയാണ് പോകുന്നത്. ഇപ്പം എൻ്റെ ഷിബുവയിലാണ് എൻ്റെ ഹോസ്റ്റൽ. അപ്പം നമുക്കിവിടെ വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഇവിടെ ഈ കാർഡിന് കയറി ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കാർഡ് വാങ്ങി. ഈ കാർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കവിടെ ഭയങ്കര യൂസ്ഫുൾ ആണ്. ബസ്സിലായാലും അതുപോലെ 7-Eleven നമുക്ക് ഈ കാർഡ് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ കാർഡ് അവിടെ വാങ്ങി. നമുക്ക് എയർപോർട്ടിൽ തന്നെ കിട്ടും. പിന്നെ നമുക്ക് സിം കാർഡ് എയർപോർട്ടിൽ തന്നെ എടുക്കാം. പിന്നെ മണി എക്സ്ചേഞ്ച് തന്നെ വേണമെങ്കിൽ അത് നമുക്ക് എയർപോർട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി മെട്രോ കയറിയാണ്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുന്നത് ഷിബുവയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ ബാഗൊന്നും പിടിച്ചിരിക്കണം. അതൊക്കെ നമ്മൾ ഓൾറെഡി കൊറിയർ അയച്ച കാരണം നമുക്ക് ആ ബുദ്ധിമുട്ടുകളില്ല. പിന്നെ നമ്മളെ കയ്യിലുള്ള ഹാൻഡ് ബാഗ് എന്തെങ്കിലും ചെറിയ ബാഗ് മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിൽ. അങ്ങനെ നമ്മൾ മെട്രോ ഒക്കെ നമ്മളവിടെ പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ഫസ്റ്റ് നമ്മൾ ലാംഗ്വേജാണ് പ്രശ്നം. പക്ഷേ എല്ലാവർക്കും ഇംഗ്ലീഷ് ഉണ്ടാവും, എന്നാലും ലാംഗ്വേജിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റൽ. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ ചെക്ക് ഇൻ ചെയ്തത്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ടോക്കിയോ സ്കൈ ട്രൈ കാണാം. അപ്പോൾ നമ്മളൊരു ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഹോസ്റ്റലാണ്. വലുതായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. കാരണം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ഹോട്ടലല്ല. അപ്പോൾ ഇതൊരു പാർട്ടി ഹോസ്റ്റലാണ്. ഇത് രാത്രി ആകുമ്പോൾ നല്ല ഒച്ചുമ്പോളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് ആ വൈബ് ഇഷ്ടമുള്ളതുകൊണ്ട് കുഴപ്പമില്ലാത്ത കാരണം ഞാനത് ഓക്കെയാണ്. പറ്റാത്തവർ എന്തായാലും ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇതാകുമ്പോൾ അത് ഗേൾസ് ഓൺലിയാണ്, ഗേൾസ് മാത്രമേ ഉള്ളൂ. ഈ ഡോർമിൽ ഗേൾസ് മാത്രമേ 4 പേരുണ്ടായിരുന്നത്. പക്ഷെ ഭയങ്കര രസമാണ്, കുഴപ്പമില്ല. അത് പറ്റാത്തതാണ് ഈ ഹോട്ടൽ തന്നെ ബുക്ക് ചെയ്യുക. ഹോട്ടലിലാണെങ്കിൽ 11,000 വരും, ഹോസ്റ്റലാണെങ്കിൽ 4,000 വരുള്ളൂ. പക്ഷെ ഡീസൻ്റ് ആണ്, നമുക്ക് നിന്ന് പോവാം. അപ്പം ഞാൻ അവിടുന്ന് പരിചയപ്പെട്ട 2-3 പേരായിട്ട് ഹോസ്റ്റലിൽ നിന്ന് പരിചയപ്പെട്ട 2-3 പേരായിട്ട് ഞങ്ങൾ വാക്കിന് ഇറങ്ങി. ഞങ്ങളൊക്കെ ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഇരിക്കാൻ തോന്നുന്നില്ല. പുറത്ത് ഇത്രയും സംഭവം നടക്കുന്നുള്ളൂ, ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പം ഞങ്ങളൊന്ന് പോവാൻ വിചാരിച്ച് ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ കുറച്ച് വാക്കിനൊക്കെ ഇത് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പിന്നെയും വന്ന് കിടന്നു. ഇനി പിറ്റേ ദിവസം ആവാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് കമ്പനിയായി തന്നെ. നമ്മുടെ ഹോസ്റ്റലിൽ നല്ല പ്രത്യേകതയാണ്, നമ്മൾ വേഗം കമ്പനിയാവും. പുതിയ കൂട്ടുകാരെ നമ്മൾ അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ പറ്റുന്നവർ അങ്ങനത്തെ നിൽക്കുക. അതാണ് എൻ്റെ ഒരു രസം.